ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൾ ഇൻ ഓൾ യുക്കെയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. അതായത് ജോബ് ഇൻ്റർവ്യൂ ഇൻ ഇന്ത്യ വേഴ്സസ് ജോബ് ഇൻ്റർവ്യൂ ഇൻ UK. ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാനുള്ള കാരണം വേറെ ഒന്നുമല്ല, ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. UK ഇൻ്റർവ്യൂ പ്രോസസ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്ത് അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ഒരു ഇൻ്റർവ്യൂ എക്സ്പീരിയൻസിന് ബേസ് ചെയ്തിട്ടാണ്. ഞാൻ UK വന്നതിന് ശേഷം UK ഗവൺമെൻറ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലേക്കും ഒരുപാട് വേക്കൻസികൾക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മെജോറിറ്റി ഓഫ് വേക്കൻസികൾ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടും ഉണ്ടായിരുന്നു. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള എൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ എക്സ്പീരിയൻസുകളാണ് ഞാൻ നിങ്ങളോട് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് UK ഗവൺമെൻറ്റിലേക്കാണ് നിങ്ങൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. സോ നമ്മൾ അവിടെ നമുക്ക് ഇന്ത്യയുമായിട്ടൊരു കമ്പാരിസൺ നമുക്ക് അവിടെ ആവശ്യം വരുന്നത്, നമ്മളിപ്പോൾ ഒരു ഗവൺമെൻറ് സെക്ടറിലേക്ക് ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോഴത്തേന് നമുക്കറിയാം, നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ PSC വഴി, നമുക്ക് കേരളത്തിലാണെങ്കിൽ PSC വഴിയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലികൾക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക. സെൻട്രൽ ഗവൺമെൻറ്റിലേക്കാണെങ്കിൽ നമ്മൾ UPSC വഴിയാണ് അത്തരം ജോലികൾക്ക് അപ്ലൈ ചെയ്യുക. സോ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ റിട്ടേൺ ടെസ്റ്റിന് വിളിക്കും. ആ റിട്ടേൺ ടെസ്റ്റിനകത്ത് ഹിസ്റ്ററി, ജോഗ്രഫി, ഇന്ത്യൻ ഹിസ്റ്ററി, പൊളിറ്റിക്സ്, കറണ്ട് അഫയേഴ്സ്, മാത്സും മാത്തമാറ്റിക്സ്, ന്യൂമറിക്കൽ ആൻഡ് സയൻസ് കാര്യങ്ങളൊക്കെ വേണ്ടതാണെന്നുണ്ടെങ്കിൽ അത്തരം ഒരു റിട്ടേൺ ടെസ്റ്റാണ് നമുക്ക് നടത്തുന്നത്. സോ നമ്മളവിടെ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഒരുപാട് ജോലിക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വരുന്നുണ്ട്. ഭയങ്കര ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തി നമ്മൾ ആ റിട്ടേൺ ടെസ്റ്റ് പാസ്സായെങ്കിൽ മാത്രമാണ് നമ്മളെ ഫർദർ ജോബ് ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ജോബ് ഇൻ്റർവ്യൂവിലേക്ക് വിളിക്കുക. ഇല്ലെങ്കിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ നമ്മളെ വിളിക്കുക മെറിറ്റ് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് വിളിക്കുക. സോ ഇതാണ് എനിക്ക് ഇന്ത്യയിലെ ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ കേരളത്തിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ ഇവിടെ UK പ്രോസസ്സ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. എന്താണ് UK ഗവൺമെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രോസസ്സ് നമുക്ക് നോക്കാം. സോ ഫ്രണ്ട്സ്, UK ഗവൺമെൻറ് സെക്ടറിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ ഇത്രയും എക്സ്റ്റെൻസീവ് ആയിട്ട് പഠിക്കേണ്ട ഒരു ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. മോസ്റ്റ് ഓഫ് ദ ജോലികൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും അവർ റിട്ടേൺ ടെസ്റ്റിന് ചോദിക്കുന്നത്. അപ്പം ഞാനത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ മെജോറിറ്റി ഓഫ് ജോബ്സിനും ന്യൂമറിക്കൽ സ്കിൽസ് അല്ലെങ്കിൽ ലാംഗ്വേജ് സ്കിൽസ് ആണ് അവർ മെജോറിറ്റി ഓഫ് ജോബ്സിനും നോക്കുന്നത്. നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിന് ഇവിടുത്തെ ഈ പറയുന്ന പോലെ ഹിസ്റ്ററി, പൊളിറ്റിക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ റീസെൻറ്റ് ഹിസ്റ്ററി, കറണ്ട് അഫയേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പഠിക്കേണ്ടി വരുന്നില്ല. എന്താണോ ആ ജോലിക്ക് വേണ്ടത് അതിനെക്കുറിച്ച് മാത്രമായിരിക്കും റിട്ടേൺ ടെസ്റ്റ് ആണെങ്കിലും ഇൻ്റർവ്യൂ ആണെങ്കിലും നമ്മളോട് ചോദിക്കുക. ഞാൻ UK ഗവൺമെൻറ് സെക്ടറിലേക്ക് അപ്ലൈ ചെയ്തത് ഒന്ന് പ്രിസൺ ഓഫീസർക്ക് വേണ്ടിയിട്ടായിരുന്നു. രണ്ടാമത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് കോർട്ടിൻ്റെ കസ്റ്റമർ സപ്പോർട്ട് ടീമിലേക്ക്, അത് ഇവിടുത്തെ ട്രിബ്യൂണൽ കോർട്ടിൻ്റെ കസ്റ്റമർ സപ്പോർട്ടിലേക്കായിരുന്നു. മൂന്നാമത് അപ്ലൈ ചെയ്തിട്ടുണ്ടായത് ലെസ്റ്റർ സിറ്റി കൗൺസിലിലേക്ക്. ഞാൻ 2 പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, രജിസ്ട്രേഷൻ ഓഫീസറും പിന്നെ ലെസ്റ്റർ ബസ് സ്റ്റേഷൻ്റെ കസ്റ്റമർ സപ്പോർട്ടിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അപ്ലൈ ചെയ്തിട്ടുള്ളത് NHSലേക്കായിരുന്നു. NHSൻ്റെ ഡൊമസ്റ്റിക് തൊട്ട് ബിസിനസ് അസിസ്റ്റൻറ്റ്, അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റൻറ്റ് തുടങ്ങിയ പൊസിഷൻസിലേക്കെല്ലാം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ഞാനൊന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാം. സോ എല്ലാ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഓൺലൈനായിട്ടാണ് മെജോറിറ്റി ഓഫ് ജോബിന് അപ്ലൈ ചെയ്യുന്നത്. സോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡിസ്ക്രിപ്ഷൻ നമുക്ക് എന്ത് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് നമ്മൾ സപ്പോർട്ടിങ് ഇൻഫർമേഷൻ വഴിയാണ് പറയുന്നത്. സോ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ സെലക്ട് ആവുകയാണെങ്കിൽ നമ്മളെ ഇൻ്റർവ്യൂവിനെ വിളിക്കും. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് മേ ബി 2 or 3 സ്റ്റേജ് അല്ലെങ്കിൽ സിംഗിൾ സ്റ്റേജ് ഇൻ്റർവ്യൂ ആയിരിക്കും വരുന്നത്. അത് ഓരോ പൊസിഷൻ അനുസരിച്ചിട്ടായിരിക്കും ഇരിക്കാം. ഇപ്പോൾ ഒരു മൾട്ടി സ്റ്റേജ് ഇൻ്റർവ്യൂ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഓൺലൈൻ അസസ്മെൻ്റ് ആയിരിക്കും. അത് ഐദർ ഓൺലൈനായിട്ട് നടക്കാം, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും സെൻറ്റർ ഫോർ അസസ്മെൻ്റ് ഉണ്ടെങ്കിൽ അവിടെ വിളിച്ചിട്ടായിരിക്കും നടക്കാം. അവിടെയും ഇവർ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ മെൻ്റൽ എബിലിറ്റി, നിങ്ങൾക്ക് ഈ ജോലിക്ക് ആവശ്യമായിട്ടുള്ള ബിഹേവിയേഴ്സ് നിങ്ങൾക്കുണ്ടോ, സ്ട്രെങ്ത് നിങ്ങൾക്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ, പ്രാക്ടിക്കലി ഉള്ള കാര്യങ്ങളായിരിക്കും അവിടെയും ആ ഒരു ഓൺലൈൻ അസസ്മെൻറ്റിലും അവർ ചെക്ക് ചെയ്യാൻ പോകുന്നത്. വൺസ് നിങ്ങൾ ആ ഓൺലൈൻ അസസ്മെൻറ്റ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ ഇൻ്റർവ്യൂവിലേക്ക് വരുമ്പോഴത്തേക്കിനും നിങ്ങളോട് കൂടുതലായിട്ടും ചോദിക്കാൻ പോകുന്നത് ജോബ് ഡിസ്ക്രിപ്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അവർ തന്നിരിക്കുന്ന ജോബ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ വായിച്ചിട്ടുണ്ടോ, ആ ജോബിന് ആപ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ജോബിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ ബേസ്ഡ് അല്ലെങ്കിൽ സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും അവർ ചോദിക്കുക. റാദർ ദാൻ നമ്മുടെ ടെക്നിക്കൽ നോളജിനേക്കാളും അവർ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിനോട് നമ്മൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക, എങ്ങനെയായിരിക്കും നമ്മൾ ബിഹേവ് ചെയ്യുക
തുടങ്ങിയ കാര്യങ്ങളായിരിക്കും അവർ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള 1-2 എക്സാമ്പിൾസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. സോ ഫ്രണ്ട്സ്, ഞാൻ ഇവിടുത്തെ സിറ്റി കൗൺസിലിലേക്ക് രജിസ്ട്രേഷൻ ഓഫീസർ എന്ന പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്ലൈ ചെയ്തായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിന് അവർ മെയിനായിട്ട് ചെക്ക് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, പഴയ രജിസ്ട്രേഷൻ, അതായത് മാരേജ് രജിസ്ട്രേഷൻ ആവാം, ഡെത്ത് രജിസ്ട്രേഷൻ ആവാം, അത്തരത്തിലുള്ള ഒരുപാട് പഴയ രജിസ്ട്രേഷൻ ലെറ്റേഴ്സിൻ്റെ റിന്യൂ ചെയ്യേണ്ടത് ഈ ഒരു ജോബിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. സോ അവിടുത്തെ ഇവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ ചലഞ്ച് എന്ന് വെച്ചാൽ, പഴയ ഹാൻഡ് റൈറ്റിംഗ് നോക്കി മനസ്സിലാക്കി അത് പുതിയ രീതിയിൽ പുതിയ സർട്ടിഫിക്കറ്റ് ആക്കി കൊടുക്കുന്നത് ഭയങ്കര ചലഞ്ചിങ് ആണ്. കാര്യം മുമ്പുള്ളവർ എഴുതുന്ന കൂട്ടക്ഷരങ്ങളാണ്, ആ കൂട്ടക്ഷരം നമുക്ക് മനസ്സിലാവണമെന്നില്ല. അതാണ് അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. സോ അവർ നമുക്ക് പ്രാക്ടിക്കൽ അസസ്മെൻറ്റിന് തന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു. സോ അത് മെജോറിറ്റി ഓഫ് ആളുകൾ ദേ ഫൗണ്ട് ഇറ്റ് റിയലി ഡിഫിക്കൽട്ട്. ഞാനടക്കം എല്ലാവർക്കും ആ എഴുതിയിരിക്കുന്ന വേർഡ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. സോ അത്തരത്തിലുള്ള ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് ആയിരുന്നു അവർ ആ ഒരു ജോലിക്ക് തന്നത്. രണ്ടാമത്, ഞാൻ അവിടുത്തെ ബസ് സ്റ്റേഷനിലെ കസ്റ്റമർ സപ്പോർട്ടിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇൻ്റർവ്യൂവിന് പോയപ്പോഴത്തേക്കിനും കൂടുതലും പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. അതായത് ബസ് പുറകോട്ട് എടുക്കുമ്പോഴത്തേക്കിന് 2 ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ആ ഒരു സിനാരിയോയിൽ നിങ്ങൾ എന്തായിരിക്കും സ്റ്റെപ്പ് എടുക്കുക? അല്ലെങ്കിൽ ഇവിടെ ബസ് സ്റ്റേഷനിൽ ഒരു ഫയർ ഉണ്ടായി, തീപിടുത്തം ഉണ്ടായി, അപ്പോൾ നിങ്ങൾ എന്തായിരിക്കും നിങ്ങൾ സ്റ്റെപ്സ് എടുക്കുക? അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ ഡ്രഗ് അബ്യൂസ്, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഒരാൾ അബ്യൂസ് ചെയ്യുന്നത് കണ്ടു. സോ എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും? അതുപോലെ ഇപ്പം ഒരു ബസ് സ്റ്റേഷൻ ആകുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് ആളുകൾ അറ്റ് എ ടൈം മൾട്ടിപ്പിൾ ചോദ്യങ്ങളായിട്ട് വരും. സോ അവിടെ ഒരു റോൾ പ്ലേ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ പാനൽ ഓഫ് 3 മെമ്പേഴ്സ്. അപ്പോൾ ആ 3 പേരും ഡിഫറെൻറ്റ് റോൾസ് ആക്ട് ചെയ്യുന്നു. ഒരാൾ കസ്റ്റമറായിട്ട് വരുന്നു, ഒരാൾ അവിടുത്തെ വേറൊരു കൊളീഗ് ഒരു ക്ലീനറായിട്ട് വരുന്നു. സോ ഇവരെല്ലാവരും മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് അറ്റ് എ ടൈം നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഹൗ യു വിൽ ബി റെസ്പോണ്ടിങ് ടു ദാറ്റ് ക്വസ്റ്റ്യൻസ്? നമ്മളെല്ലാവരോടും പൊളൈറ്റ് ആയിട്ടാണോ ചെയ്യുന്നത്, റെസ്പോണ്ട് ചെയ്യുന്നത്? സോ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അത്തരത്തിൽ പ്രാക്ടിക്കലി ഉള്ള ചോദ്യങ്ങളാണ് മെജോറിറ്റി ഈ 2 റോളുകൾക്ക് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു ജോബ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത് പ്രിസൺ ഓഫീസർ ജോബായിരുന്നു. അവിടെയും ഇത്തരത്തിലുള്ള പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പ്രിസൺ ഓഫീസിൽ നമുക്കറിയാം പ്രിസണേഴ്സിൻ്റെ ഇടയിൽ വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും, അവരോട് എങ്ങനെയായിരിക്കും നമ്മൾ റിയാക്ട് ചെയ്യുക. അതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് അവിടെ ഒരു റോൾ പ്ലേ ഉണ്ടായിരുന്നു. ആ റോൾ പ്ലേയിൽ അവർ ഒരു ഒറിജിനൽ പ്രിസണറെ ആയിരുന്നു, അല്ലെങ്കിൽ ഒറിജിനൽ പ്രിസണറെന്ന് തോന്നിക്കുന്ന ഒരാൾ അതേ രീതിയിൽ വേഷം വെച്ചിട്ട് ജയിലിൽ ഇരുന്നിട്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ അവർ സംസാരിക്കുമ്പോൾ വെച്ചാൽ ഇവരൊരിക്കലും ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ഒന്നും അല്ല പ്രിസണിൽ സംസാരിക്കുക, പ്രിസണേഴ്സ് സംസാരിക്കാം. സോ അതേ റോ ആയിട്ടുള്ള ലാംഗ്വേജിലാണ് ഇൻ്റർവ്യൂ അറ്റ സമയത്ത് നമ്മളോടും സംസാരിക്കുന്നത്. സോ അതിനോടുള്ള നമ്മുടെ റെസ്പോണ്ട് എങ്ങനെയാണ്, നമുക്ക് ആ സ്കിൽസ് ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടോ, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെക്ക് ചെയ്യുന്നത്. സോ അപ്പം ഇൻ്റർവ്യൂ പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അതിനോട് എങ്ങനെയാണ് ആൻസർ ചെയ്യാൻ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സോ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാൻ നമ്മൾ സ്റ്റാർ മെത്തേഡ് ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ സിറ്റുവേഷൻ എന്താണെന്ന് പറയണം, ആ സിറ്റുവേഷനിൽ നമ്മുടെ ടാസ്ക് എന്താണെന്ന് പറയണം, നമ്മൾ അതിനനുസരിച്ചിട്ട് എന്ത് ആക്ഷനാണ് എടുത്തതെന്ന് പറയണം. പിന്നെ അതിൻ്റെ നമ്മൾ എടുത്ത ഒരു ആക്ഷൻ്റെ റിസൾട്ട് എന്താണ്, അതാണ് സ്റ്റാർ എന്ന് പറയുന്നത്. സിറ്റുവേഷൻ, ടാസ്ക്, ആക്ഷൻ ആൻഡ് റിസൾട്ട്. സോ ഈ രീതിയിലായിരിക്കണം നമുക്ക് ഈ സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ പറയേണ്ടത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ അവർ നമുക്ക് ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. സോ UK-ൽ നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് നിങ്ങൾ ജോബ് ഡിസ്ക്രിപ്ഷൻ തറവായിട്ടും വായിക്കുക, കംപ്ലീറ്റ്ലി വായിക്കുക, മനസ്സിലാക്കുക. ആ ജോബ് ഡിസ്ക്രിപ്ഷനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ജോബിൽ പ്രാക്ടിക്കലി ഫേസ് ചെയ്യാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിൽ വെച്ചേക്കുക. ഇന്ന കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുക? സോ ഡെഫിനറ്റ്ലി യു വിൽ ബി ഗെറ്റിംഗ് ലോട്ട് ആൻഡ് ലോട്ട് ഓഫ് സിറ്റുവേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വെൻ യു ആർ അപ്ലൈയിങ് ഫോർ ജോബ് ഇൻ UK. സോ ആ ഒരു കാര്യം മൈൻഡിൽ വെച്ചിട്ട് വേണം നിങ്ങൾ എപ്പോഴും ഇൻ്റർവ്യൂവിന് പോകാനായിട്ട്, ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഈ ഒരു സ്റ്റാർ ബേസ്ഡ് ആയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക. സോ ഇതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, എനിക്ക് കൂടുതലായിട്ടും UK-ൽ ഈ ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സ് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ആപ്റ്റായിട്ടുള്ള ആളുകൾ, ഓരോ ജോലിക്കും ആപ്റ്റായിട്ടുള്ള ആളുകളെ നമുക്ക് ആ ജോലികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു. സോ ദേ വിൽ ബി അസസിങ് അവർ ബിഹേവിയർ, അവർ സ്കിൽ സെറ്റ്, അവർ സ്ട്രെങ്സ്, അവർ ആറ്റിറ്റ്യൂഡ്, ഓൾ ദീസ് തിങ്സ് വിൽ ബി അസസ്ഡ് ബിഫോർ പ്ലേസിങ് സംബഡി ഇൻ ടു എ പർട്ടിക്കുലർ പൊസിഷൻ. സോ ഒരിക്കലും നമ്മൾ കാണാതെ പഠിച്ച് ഹിസ്റ്ററിയും ഭൂമിശാസ്ത്രവും ചരിത്രവും
മാത്സും സയൻസും കാണാതെ പഠിച്ച് എഴുതുന്ന പോലെ ആയിരിക്കത്തില്ല. ഓരോ ജോലിക്കും ആപ്റ്റായിട്ടുള്ള ആളുകളെ കിട്ടാനായിട്ട് ഈ ഒരു മെത്തേഡാണ് കറക്റ്റ് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഞാനിത് പറയുന്നത് ഒരിക്കലും നാട്ടിലെ ഇൻ്റർവ്യൂ പ്രോസസ്സിനെ ഞാൻ മോശമാക്കി പറയുകയൊന്നും ചെയ്യുന്നില്ല. ദിസ് ഈസ് പ്യുവർലി മൈ ഒപ്പീനിയൻ ആണ്. എനിക്ക് കറക്റ്റും തോന്നിയിട്ടുള്ള കാര്യമാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത്. സോ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ ഈ ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് ഇൻ്റർവ്യൂസിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു കമ്പാരിസൺ അല്ല നിങ്ങളുടെ ഒരു വ്യൂ പോയിന്റ് എന്താണെന്ന് നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക. സോ ദാറ്റ് ഐ വിൽ ഓൾസോ ഗെറ്റ് എനിക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.